പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാം വാഴ്ത്തപ്പെടട്ടെ. ഈ നല്ല സമയത്ത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിലും രാജ്യങ്ങളുമൊക്കെയുമായിരുന്ന ദൈവത്തിൻ്റെ വചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. അല്പസമയത്തെ ദൈവവചന ചിന്തയ്ക്ക് വേണ്ടി ഒരു ദൈവവചന ഭാഗം വായിക്കുന്നു. ലൂക്കോസ് എഴുതിയ സുവിശേഷം 18-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യം. മടുത്തു പോകാതെ എപ്പോഴും പ്രാർത്ഥിക്കണം എന്നുള്ളതിന് അവൻ അവരോട് ഒരു ഉപമ പറഞ്ഞത്. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു നല്ല തിരുവെഴുത്താണ് നമ്മൾ വായിച്ചത്. അനവധി പ്രാവശ്യങ്ങൾ നമ്മൾ ദൈവവചനം വായിക്കുകയും ധ്യാനിക്കുകയും അനവധി ദൈവിക സന്ദേശങ്ങൾ നമ്മൾ കേൾക്കുകയും ചെയ്തിട്ടുള്ളതാണ്. എന്നിരുന്നാലും പ്രിയരെ, ഇന്ന് പകരം നാം ഈ ദൈവവചനം വായിച്ച് അല്ലെങ്കിൽ ദൈവസേനയിൽ പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. വായിച്ച വചനം എന്താണ്? മടുത്തു പോകാതെ പ്രാർത്ഥിക്കണം എന്നുള്ളതാണ്. അതിനെക്കുറിച്ച് യേശുക്രിസ്തു ഒരു ഉപമയും കൂടെ പറയുകയാണ്. ഇന്നത്തെ പകൽ നമ്മൾ ഈ ദൈവവചനം വായിച്ച് അല്പസമയം ദൈവവചനം ചിന്തിച്ചിട്ട് വിവിധ കഷ്ടതയിലൂടെ കടന്നു പോകുന്ന രോഗികളായിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. നമ്മൾ ഇതിനു മുമ്പ് രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. അപ്പോൾ തന്നെ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ നിന്ന് ഇപ്പോഴും ഭവനത്തിലേക്ക് മടങ്ങിയെത്തി സാധാരണ ജീവിതം ത്തിലേക്ക് വരാൻ കഴിയാതെ ഭാരപ്പെടുന്നവരുണ്ട്. അവരെ ഓർത്ത് പ്രാർത്ഥിക്കാൻ കഴിയും. അല്ലേ? അപ്പോൾ നമ്മുടെ ഈ ദൈവവചന ശുശ്രൂഷയുടെ പ്രാധാന്യം എന്ന് പറഞ്ഞ പ്രാർത്ഥന എന്നുള്ളതാണ്. കഷ്ടം അനുഭവിക്കുന്നവർക്ക് വേണ്ടി, പ്രതിസന്ധികൾ അനുഭവിക്കുന്നവർക്ക് വേണ്ടി നമ്മുടെ കേരളത്തിലും ഭാരതത്തിലും വിദേശ രാജ്യങ്ങളിലും ഒക്കെയായി വളരെ വേദനാജനകമായി കടന്നു പോകുന്നവരുണ്ട്. അവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നുള്ളതാണ്. അല്ലേ? വിദേശത്തൊക്കെ നമുക്ക് ജോലിക്ക് പോയി ജോലി നഷ്ടപ്പെട്ടവരുണ്ട്, വിസ കിട്ടാത്തവരുണ്ട്, അവിടെ നാട്ടിലേക്ക് വരാൻ കഴിയാൻ വയ്യാത്തവരുണ്ട്, ജയിലിൽ കിടക്കുന്നവരുണ്ട്, പീഡനത്തിലൂടെ കടന്നു പോകുന്നവരുണ്ട്. അങ്ങനെ ഒരുപാട് കഷ്ടതയിലൂടെ കടന്നു പോകുന്നുണ്ട്. നമുക്ക് അവരേക്ക് ഓർത്ത് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം അവർക്ക് വേണ്ടി അത്ഭുതം ചെയ്യും. ഞാനങ്ങനെ വിശ്വസിക്കുകയാണ്. അതുകൊണ്ടാണ് ഈ പ്രാർത്ഥനയിലൊക്കെ ഇങ്ങനെ ഞാൻ നിങ്ങളോട് പ്രാർത്ഥിക്കാനായിട്ടൊക്കെ ഈ പറയുന്നത്. പ്രാർത്ഥന എന്ന് പറയുന്നത് നമ്മൾ ദൈവത്തോട് ചെയ്യുന്നൊരു കടപ്പാടാണ്, ദൈവത്തോട് ചെയ്യുന്ന ഒരു നീതിയാണ്. ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നതാണ്. അല്ലേലൂയ. അപ്പം ഞാൻ നിങ്ങളത് ചെയ്യാൻ തയ്യാറാകുമ്പോൾ ദൈവത്തിൻ്റെ കരം പ്രവർത്തിച്ചു തുടങ്ങും. പ്രൈസ് ദി ലോർഡ്. അല്ലേലൂയ. ഈ പ്രഭാതത്തിലും ദൈവത്തിൻ്റെ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയസ്നേഹിതരെ, ദൈവത്തിൻ്റെ ആത്മാവിന് ഈ പ്രഭാതത്തിൽ ലോകമെമ്പാടുമുള്ള സകല ജനത്തോടും സകല ഭക്തന്മാരോടും പറയുവാനുള്ള ദൈവിക ദൂത് എന്ന് പറയുന്നത് മടുത്തു പോകാതെ പ്രാർത്ഥിക്കണം എന്നുള്ളതാണ്. ഹല്ലേലൂയ. എന്ന് പറഞ്ഞ ജീവിതത്തിൽ മടുപ്പിൻ്റെ അനുഭവങ്ങൾ കടന്നു വരും, മടുത്തു പോകുന്ന സാഹചര്യങ്ങൾ കടന്നു വരും, ചില കഷ്ടതകൾ കടന്നു വരും, കഷ്ടപ്പാടുകൾ കടന്നു വരും, ദുരിതങ്ങൾ ഉണ്ടാകും, പ്രശ്നങ്ങൾ ഉണ്ടാകും, വെല്ലുവിളികൾ ഉണ്ടാകും. അവിടെ നിങ്ങൾ തളർന്നു പോകാതെ, മടുത്തു പോകാതെ, ഹല്ലേലൂയ, ആമേൻ, പ്രാർത്ഥിക്കണം എന്നാണ് ദൈവാത്മാവ് പറയുന്നത്. സ്തോത്രം. എങ്ങനെ പ്രാർത്ഥിക്കണം? എപ്പോഴും പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. സ്തോത്രം. നാം ഈ ദൈവവചനം വായിച്ചപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന സ്തോത്രം, മടുത്തു പോകാതെ പ്രാർത്ഥിക്കണം എന്ന് പറയുമ്പോൾ, ഹല്ലേലൂയ, ഇവിടെ പറയുന്ന ന്യായാധിപൻ നീതി നടത്തുന്നതിൽ താല്പര്യമില്ലാത്തവനാണ്. ഈ ഭാഗത്ത് കാണുന്ന ന്യായാധിപൻ നീതി നടത്തുന്നതിൽ ഒരു താല്പര്യമില്ലാത്തവനാണ്. എന്നാൽ വിധവയായ ആ ഒരു സ്ത്രീ തനിക്ക് ന്യായമായി കിട്ടേണ്ട നീതി നടത്തി കിട്ടണമെന്ന് അവൾ പലവട്ടം അപേക്ഷിച്ചു. ഹല്ലേലൂയ. എന്നിട്ടും ഈ ന്യായാധിപന് അവളോട് യാതൊരു ദയവുമില്ല. സ്തോത്രം. യാതൊരു ദയവുമില്ല. ചരിത്രകാരന്മാരൊക്കെ പറയുന്നത് അവൾക്ക് കൈക്കൂലി കൊടുക്കുവാൻ ഇല്ലാത്തത് കൊണ്ടായിരിക്കാം അവൾക്ക് നീതി നടത്തി കിട്ടാഞ്ഞത്. എങ്കിലും അവൾ നിരന്തരം ശല്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവൾക്ക് നീതി നടത്തി കിട്ടണം. അവളുടെ കയ്യിലൊന്നും കൊടുക്കാനില്ല. ന്യായാധിപൻ്റെ ഇരിക്കൽ വന്നെങ്കിൽ മാത്രമേ ഇതിന് പരിഹാരമുള്ളൂ. പക്ഷേ ഈ ന്യായാധിപൻ എന്ത് ചെയ്യുന്നു? നീതി നടത്തി ഒട്ടും കൊടുക്കുന്നുമില്ല. പ്രേക്ഷകരോട് അനേക ദിവസങ്ങളിലൂടെ അവളുടെ യാചനയ്ക്ക് ശേഷം, അല്ലേലൂയ, അവൾ പ്രശ്നക്കാരിയായി മാറിയേക്കും, അല്ലേലൂയ, എന്നോ ഭയപ്പെട്ട് ന്യായാധിപൻ ഒടുവിൽ കാര്യം സാധിപ്പിച്ചു കൊടുക്കുന്നതായിട്ട് നമുക്ക് വേദപുസ്തകത്തിൽ കാണാൻ കഴിയും. അല്ലേലൂയ. സ്തോത്രം. അതേപോലെ ചിലപ്പം ചില വിഷയങ്ങൾക്ക് വേണ്ടി നാം പല തവണ, അല്ലേലൂയ, നാം അതിനു വേണ്ടി മെനക്കെടേണ്ടി വരും. നാം അതിനു വേണ്ടി പ്രാർത്ഥിക്കേണ്ടി വരും. അല്ലേലൂയ. ചില കാര്യങ്ങളൊക്കെ സാധിക്കാൻ വേണ്ടി നാം പലപ്പോഴും പല ഓഫീസുകൾ കയറി ഇറങ്ങേണ്ട സാഹചര്യം വരാറുണ്ട്. പക്ഷെ നമ്മൾ അവിടെ മടുത്തു പോകാതെ സഹിഷ്ണുതയോടെ അതിനുവേണ്ടി തയ്യാറാകുമ്പോഴാണ് ആ വിഷയത്തിന് പരിഹാരമുണ്ടാകുന്നത്. സ്തോത്രം. ഇവിടെ ദൈവസേനയിൽ പ്രാർത്ഥിക്കുന്നവന് ചിലപ്പോൾ സ്തോത്രം, വിവിധമായ കാരണങ്ങളാൽ മറുപടി കിട്ടാൻ താമസങ്ങളുണ്ടാകാം.
അല്ലേരിയ എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടാൻ ആമീൻ പലപ്പോഴും താമസങ്ങൾ നേരിട്ട് വന്ന് വന്നേക്കാം. അവിടെ നിങ്ങൾ പതറിപ്പോകണ്ട, അവിടെ നിങ്ങൾ ക്ഷീണിച്ചു പോകണ്ട, മടുത്തു പോകാതെ നിങ്ങൾ പ്രാർത്ഥിക്കാൻ തയ്യാറാകുന്നെങ്കിൽ ദൈവാത്മാവിന് പ്രവർത്തിക്കാൻ കഴിയുമെന്നാണ് പരിശുദ്ധാത്മാവ് ഈ പ്രഭാതത്തിൽ ശക്തമായിട്ട് നിങ്ങൾ ഇടപെടുന്നത്. ഇന്ന് പകൽ ദൈവത്തിൻ്റെ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന സ്നേഹിതരെ, എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി മാതാവി, നിങ്ങൾ ഒരുപക്ഷെ കാലങ്ങളായിട്ട് ഇതുപോലെയുള്ള ആമീൻ പ്രാർത്ഥനയിൽ നിങ്ങൾ ഇരിക്കുന്ന വ്യക്തിയായിരിക്കാം. പല തവണകൾ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി നിങ്ങൾ ദൈവത്തിന് മുഴങ്ങാനും അടക്കണം, നിങ്ങളുടെ പ്രശ്നത്തിന് പരിഹാരത്തിന് വേണ്ടി നിങ്ങൾ ദൈവത്തോട് അപേക്ഷിച്ചിട്ടുണ്ട്. പക്ഷേ അതിന് മറുപടി കിട്ടിയില്ല എന്നോർത്ത് നിങ്ങൾ ഭാരപ്പെടേണ്ട. അല്ലേരിയ നിങ്ങൾ ദൈവത്തിന് മുഴങ്ങാലും അടക്കി നിങ്ങൾ ദൈവത്തിന് പ്രാർത്ഥിക്കുന്നെങ്കിൽ ദൈവത്തിന് പ്രവർത്തിക്കാൻ കഴിയും. അല്ലേരിയ ചിലപ്പോൾ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടാത്തതിൻ്റെ കാരണം നമ്മെ ദൈവം ഒന്ന് ഒരുക്കിയെടുക്കുന്നു നമ്മൾ ചിന്തിച്ചാൽ മതി. സ്തോത്രം. അല്ലേരിയ അല്ല, ദൈവത്തിന് നമ്മോട് ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല, ദൈവത്തിന് നമ്മോട് വെറുപ്പുണ്ടായിട്ടുമല്ല, ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കാതിരുന്നിട്ടുമല്ല, നമ്മെ ഒന്ന് ഒരുക്കിയെടുക്കാൻ വേണ്ടി. സ്തോത്രം. അല്ലേരിയ ഒരുപക്ഷെ ചില ദിവസങ്ങൾ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി കാണാതെ വന്നേക്കാം. അല്ലേരിയ അങ്ങനെ മനുഷ്യൻ്റെ ജീവിതത്തിലുണ്ടാകും. അല്ലാതെ നമ്മൾ പ്രാർത്ഥിച്ച ഉടനെ എൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടിയില്ലല്ലോ, എൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടില്ലല്ലോ, എന്നെ ദൈവത്തിന് ഇഷ്ടമില്ലല്ലോ എന്നോർത്ത് നമ്മൾ ചിന്തിച്ച് മനം കലങ്ങി പോകുന്നതിനേക്കാൾ നല്ലത് എന്നെ കർത്താവ് ഒരുക്കിയെടുക്കുവാൻ ചില സമയങ്ങൾ എനിക്ക് തന്നിരിക്കുന്നു, അതുകൊണ്ട് ഞാൻ പ്രാർത്ഥനയിൽ മടുത്തു പോകാതെ എപ്പോഴും ദൈവത്തിന് പ്രാർത്ഥിക്കുവാൻ പ്രാർത്ഥിക്കാനുള്ള തീരുമാനം നമുക്കുണ്ടാകണം. അങ്ങനെയുള്ള ചിന്താഗതി വേണം നമ്മളുണ്ടാകാൻ. അല്ലേരിയ ഞാൻ പലപ്പോഴും പലരിൽ നിന്നും കേട്ടിട്ടുണ്ട്, സ്തോത്രം വാസെ പ്രാർത്ഥിച്ചിട്ട് മറുപടി ഒന്നുമില്ലല്ലോ, ദൈവം കേൾക്കുന്നില്ലേ, പ്രാർത്ഥനയ്ക്ക് എന്താണ് പരിഹാരം ഇല്ലാത്തതൊക്കെ പലരും ചോദിക്കാറുണ്ട്. അപ്പോൾ അവരോടൊക്കെ പറയുന്നത് ഒറ്റ കാര്യമുള്ളൂ, നിങ്ങളെ ദൈവം ഒരുക്കിയെടുക്കുമ്പോൾ നിങ്ങൾക്ക് ചില താമസങ്ങൾ വരാം. അല്ലേരിയ ആ താമസങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നേരിടുമ്പോൾ നിങ്ങൾ അവിടെ ഒരു മറുചോദ്യമായി നിൽക്കാതെ അല്ലേരിയ ദൈവത്തിന് നിങ്ങളെ താഴ്ത്തുമ്പോഴാണ് അല്ലേരിയ ദൈവത്തിന് അത്ഭുതം ചെയ്യുവാൻ കഴിയുന്നത്. സ്തോത്രം. അപ്പോൾ ഇവിടെ ദൈവത്തിന് പകരം മടുത്തു പോകാതെ എപ്പോഴും പ്രാർത്ഥിക്കണമെന്നുള്ളതാണ്. അല്ലേരിയ പ്രിയസരോട് അല്ലേരിയ പ്രിയരെ, ദൈവം ഒടുവിൽ അല്ലേരിയ അവൻ്റെ പ്രാർത്ഥനയെ ആദരിക്കും. അല്ലേരിയ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടാതെ വന്നാലും നിങ്ങൾ നിരന്തരമായിട്ട് എപ്പോഴും പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണെങ്കിൽ അല്ലേരിയ ദൈവം നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കും, ദൈവം നിങ്ങളെ ആദരിക്കും. അല്ലേരിയ നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം ഉണ്ടാകും, നിങ്ങളുടെ കണ്ണുനീരിനെ ദൈവം മാറ്റും, നിങ്ങളുടെ സങ്കടത്തെ ദൈവം മാറ്റും, നിങ്ങളുടെ ദുഃഖത്തെ ദൈവം മാറ്റും. നിങ്ങൾ രോഗിയാണെങ്കിൽ ദൈവം സൗഖ്യം തരും, നിങ്ങൾ മരണത്തിന് മുമ്പിലാണെങ്കിൽ അതിൽ നിങ്ങൾക്ക് മോചനം ഉണ്ടാകും. പ്രൈസ് ദി ലോർഡ്. വിശ്വസിക്കുന്ന കരങ്ങളൊക്കെ തട്ടി ദൈവത്തെ ഒന്ന് സ്തുതിക്കാൻ കഴിയുമോ? സ്തോത്രം. കാരണം ദൈവത്തിൻ്റെ ആത്മാവും നമ്മോട് കൂടെ വസിക്കുന്നു, ദൈവത്തിൻ്റെ ആത്മാവും നമ്മളിൽ ഉണ്ട്, ദൈവത്തിൻ്റെ ആത്മാവും നമ്മുടെ സകല വിഷയങ്ങളെ അറിയുന്നു എന്നൊരു ബോധ്യം അല്ലേരിയ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. പ്രേസരോട്. അതുകൊണ്ട് ഇന്ന് പകൽ ദൈവത്തിൻ്റെ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന സ്നേഹിത, എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, നിന്നെ ഒരിക്കലും ദൈവം മറന്നുപോയിട്ടില്ല, നിന്നെ ഒരിക്കലും ദൈവം കാണാതിരിക്കുന്നില്ല. സ്തോത്രം. അഗ്നിജാലയ്ക്കൊത്ത കണ്ണുള്ളവൻ്റെ മുമ്പിൽ നിങ്ങൾ എപ്പോഴും ഉണ്ട്. അല്ലേരിയ അതുകൊണ്ട് നാം അല്ലേരിയ ദൈവത്തെ അവിശ്വസിക്കാതെ നമ്മുടെ പ്രാർത്ഥനകൾക്ക് മറുപടി ഉണ്ട് എന്ന് നാം ഓർത്ത് ദൈവത്തിന് മഹത്വം കൊടുക്കണം. പ്രൈസലോട്. അല്ലേരിയ അപ്പം ദൈവത്തിൻ്റെ വചനം വായിക്കണം. അനീതിയുള്ള ന്യായാധിപനായിരുന്നിട്ടും അവസാനം വിധവയുടെ അപേക്ഷ ആദരിച്ചതുപോലെ വിശ്വാസത്തോടു കൂടിയ പ്രാർത്ഥന അല്ലേരിയ വിശ്വാസത്തോടു കൂടിയ പ്രാർത്ഥന ദൈവം കേട്ട് ദൈവം നമ്മെ ആദരിക്കും. അല്ലേരിയ അനീതിയുള്ള ന്യായാധിപന വിധവയുടെ അപേക്ഷയ്ക്ക് മറുപടി നൽകിയെങ്കിൽ അല്ലേരിയ പ്രേസം നമ്മുടെ പ്രാർത്ഥനയും നമ്മുടെ ദൈവം കേട്ടിട്ട് എന്ത് ചെയ്യും? വിശ്വാസത്തോടു കൂടി നിങ്ങൾ പ്രാർത്ഥിക്കുന്നെങ്കിൽ അല്ലേരിയ സ്വർഗത്തിലെ നമ്മുടെ ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കുകയും ചെയ്യും, നമ്മളെ ആദരിക്കുകയും ചെയ്യും. അതുകൊണ്ട് നിങ്ങൾ മടുത്തു പോകരുത്. സ്തോത്രം. അല്ലേരിയ തൻ്റെ ഭക്തന്മാരുടെ ആഗ്രഹങ്ങളെ സാധിപ്പിക്കുന്നവനാണ് ദൈവം. അല്ലേരിയ ഭക്തന്മാരുടെ ആഗ്രഹങ്ങൾ അറിഞ്ഞ് ഭക്തന്മാരുടെ ആഗ്രഹങ്ങളെ നടത്തിത്തരുന്നവനാണ് കർത്താവായ യേശു. അല്ലേരിയ അതുകൊണ്ട് മാനവകുലത്തിൻ്റെ മുഴുവൻ പാപത്തിന് വേണ്ടി കാൽവറി കുരിശിൽ നമുക്ക് വേണ്ടി അവസാനത്തുള്ളി രക്തം വരെ തന്ന അല്ലേരിയ നമുക്ക് വേണ്ടി ജീവൻ തന്ന നമുക്ക് വേണ്ടി കൃഷി യാഗമായി തീർന്ന കർത്താവ്. സ്തോത്രം. കല്ലറ കൊണ്ട് ഒതുങ്ങിയവനല്ല, കല്ലറയ്ക്കകത്ത് ഒതുങ്ങിപ്പോയവനല്ല. അല്ലേരിയ മരിച്ച് അടക്കപ്പെട്ട് മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ് അല്ലേരിയ 40 ദിവസം ശിഷ്യന്മാർക്ക് പ്രത്യക്ഷമായി സ്വർഗത്തിലേക്ക് കരയേറിപ്പോയി പിതാവിൻ്റെ വലത്തുഭാഗത്ത് ഇന്നും എനിക്ക് നിങ്ങൾക്കും വേണ്ടി മധ്യസ്ഥ ചെയ്യുന്ന യേശു കർത്താവ്.
ഹല്ലേലൂയ. നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകും. പ്രൈസ് വിശ്വസിക്കുന്ന സ്തോത്രം പറഞ്ഞാട്ടെ. അപ്പം ദൈവവചനത്തെ നമ്മൾ ഒരിക്കലും അവിശ്വസിക്കാതെ ദൈവവചനം ഒന്ന് വിശ്വസിക്കുക. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ അവിശ്വാസം വരാതെ എൻ്റെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നുണ്ടെന്ന് നിങ്ങൾ വിശ്വസിക്കുക. പിശാച് പറയും നിന്റെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല, ദൈവം നിന്നെ ഇഷ്ടപ്പെടുന്നില്ല, നിന്റെ പ്രശ്നത്തിന് പരിഹാരമില്ല, നീ പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല, നിനക്ക് സൗഖ്യം കിട്ടത്തില്ല, നിനക്ക് മറുപടി കിട്ടത്തില്ല, നിന്റെ രോഗം മാറത്തില്ല, നിന്റെ ക്ഷീണം മാറത്തില്ല, നിന്റെ കഷ്ടത മാറത്തില്ല, നിന്റെ കുടുംബം ഉയരത്തില്ല, നിന്റെ തലമുറ അനുഗ്രഹിക്കപ്പെടത്തില്ല, നിനക്ക് നന്മ ഉണ്ടാകത്തില്ല, ഭാവി ഉണ്ടാകത്തില്ല എന്നൊക്കെ പ്രിയരെ ഇത് പിശാച് നമ്മുടെ ഹൃദയത്തിൽ പറയും. എന്തെല്ലാം പിശാച് നിന്റെ ഹൃദയത്തിനകത്ത് ഓതി തന്നാലും അതിൻ്റെ തലയിൽ എന്നെ കേൾക്കുന്ന സ്നേഹിത, നീ തളർന്നു പോകാതെ നീ യേശുവിൽ വിശ്വസിക്കണം. വചനം പറയുന്ന കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, എന്നാൽ നീ നിന്റെ കുടുംബം രക്ഷ പ്രാപിക്കുമെന്ന്. അല്ലേലൂയ. അപ്പം നമ്മെ തകർക്കുന്ന അനവധി ചിന്തകൾ നമ്മുടെ ജീവിതത്തിലേക്ക് സാത്താൻ കൊണ്ടുവരും. ഹല്ലേലൂയ, സ്തോത്രം. അത് സാത്താൻ്റെ തന്ത്രമാണ്. അവൻ്റെ തന്ത്രങ്ങളെയൊക്കെ നമ്മൾ മനസ്സിലാക്കി വേണം ഹല്ലേലൂയ ഞാൻ നിങ്ങളും പ്രാർത്ഥനയിൽ ഉറ്റിരിക്കുവാൻ, പ്രാർത്ഥനയിൽ ദൈവസന്നിധിയിരിക്കാൻ. ഹല്ലേലൂയ, സ്തോത്രം. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിതരെ, ഹല്ലേലൂയ, നമ്മുടെ ഹൃദയത്തെ ഏകാഗ്രമാക്കണം. നമ്മുടെ ഹൃദയത്തെ ഏകാഗ്രമാക്കി നാം ദൈവസന്നിധിയിരിക്കണം. നാം ദൈവസന്നിധിയിരിക്കും. പ്രാർത്ഥിക്കുമ്പോൾ പലവിധമായ വിചാരങ്ങളും പലവിധമായ ചിന്തകളും പലവിധമായ ആലോചനകളൊന്നും നിങ്ങളുടെ ജീവിതത്തിൽ വരാതെ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഏകാഗ്ര ഹൃദയത്തോടു കൂടി നിങ്ങൾ ദൈവസന്നിധി നിലവിളിക്കുന്നെങ്കിൽ ഹല്ലേലൂയ ആ പ്രാർത്ഥനയ്ക്കാണ് മറുപടിയുള്ളത്. ഹല്ലേലൂയ. ഇന്നത്തെ പ്രാർത്ഥനയ്ക്ക് എന്ന് പറഞ്ഞാൽ മറുപടി കിട്ടാത്തതിന് പ്രത്യേകമായ കാരണങ്ങളുണ്ട്. സ്തോത്രം. ആ കാരണങ്ങളൊക്കെ ഞാൻ എപ്പോഴും പറയുന്നതാണ്. വീണ്ടും ഒരിക്കൽ കൂടെ അങ്ങ് ആവർത്തിച്ച് പറയാം. സ്തോത്രം. നമ്മളൊക്കെ ഇന്ന് പ്രാർത്ഥിക്കാൻ ഇരുന്ന ഹല്ലേലൂയ പഴയ നിയമകാലത്ത് ഭക്തന്മാർ നമ്മുടെ പിതാക്കന്മാരൊക്കെ ഇരുന്ന പോലെ അല്ല ഇരിക്കുന്നത്. അവർ പ്രാർത്ഥിക്കാനിരുന്നപ്പോൾ അവർ ഏകാഗ്ര ഹൃദയത്തോടു കൂടി, സമർപ്പണത്തോടു കൂടി, വിശ്വാസത്തോടു കൂടി, വിശുദ്ധിയോടുകൂടി അവർ ദൈവസന്നിധിയിൽ ഇരുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. അതുകൊണ്ട് അവരുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിച്ചു. അന്നത്തെ കാലഘട്ടത്തിൽ ഇന്നത്തെ പോലെ മൊബൈലുകളൊന്നും ഇല്ല. സ്തോത്രം. ഇന്നത്തെ കാലഘട്ടം എന്താണ്? ഹല്ലേലൂയ. പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ പ്രാർത്ഥിക്കാനിരിക്കുന്നവൻ്റെ മുമ്പിൽ ഒരു മൊബൈലും 2 മൊബൈലും ആയിരിക്കുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ ഇങ്ങനെ മൊബൈൽ മുമ്പിൽ കൊണ്ടുവച്ച് അതിനകത്ത് ഈ കൂടെ മെസ്സേജ് വന്നുകൊണ്ടിരിക്കും, കൂടെ ഈ ഫോൺ വന്നുകൊണ്ടിരിക്കും. അപ്പം നമ്മുടെ ശ്രദ്ധ മുഴുവൻ അതിലേക്ക് പോകും. ഹല്ലേലൂയ. അപ്പോൾ ഓരോ മെസ്സേജ് വരും, നമ്മൾ അതിലേക്ക് ശ്രദ്ധിക്കും. ഹല്ലേലൂയ കോൾ വരുമ്പോൾ നമ്മൾ അതിലേക്ക് ശ്രദ്ധിക്കും. സംഭവം സൈലൻറ്റിലും വൈബ്രേറ്റൊക്കെ ആയിരിക്കും കിടക്കുന്നത്. പക്ഷെ അതിനകത്ത് സംഭവം വരും, നിങ്ങളുടെ നോക്കും, നിങ്ങളുടെ ശ്രദ്ധ പോകും. ഹല്ലേലൂയ. അപ്പം നിങ്ങളുടെ ഏകാഗ്രതയെ നഷ്ടപ്പെടുത്തി കളയാൻ വേണ്ടിയിട്ട് ഹല്ലേലൂയ ഇന്നത്തെ ഈ മൊബൈൽ ഫോൺ എന്നൊക്കെ പറയുന്നത് നിങ്ങൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് അത് സ്വിച്ച് ഓഫ് ചെയ്ത് വെക്കുകയോ അല്ലെങ്കിൽ നിങ്ങളുടെ മുമ്പിൽ നിന്ന് അത് മാറ്റി വെക്കുകയോ ചെയ്യണം. ഹല്ലേലൂയ. എന്നിട്ട് നിങ്ങൾ ഏകാഗ്രതയോടുകൂടി ഹൃദയം ദൈവത്തിന് സമർപ്പിക്കണം. ഹല്ലേലൂയ. ഹൃദയം ഹന്ന പ്രാർത്ഥിച്ചപ്പോൾ അവളുടെ മുമ്പിൽ യാതൊരുവിധ മൊബൈലും ഇല്ലായിരുന്നു. ഹല്ലേലൂയ. പഴയ നിമിത്തം ഹന്നയുടെ പ്രാർത്ഥന അറിയാം. ഹന്ന പ്രാർത്ഥിക്കുമ്പോൾ ഒരു മെസ്സേജും അവൾക്ക് വരാനില്ല, ഒരു ഫോണും വരാനില്ല. ഹല്ലേലൂയ. അവൾക്ക് ഒറ്റ പ്രശ്നമേ ഉള്ളൂ, യഹോവയായ ദൈവത്തിൻ്റെ ശബ്ദം ഒന്ന് കേൾക്കണം. ഹല്ലേലൂയ. അവളുടെ പ്രാർത്ഥന ദൈവസന്നിധിയിൽ എത്തണം. ഹല്ലേലൂയ. അതുകൊണ്ട് അവൾ മനോവസരത്തോടുകൂടി പ്രാർത്ഥിക്കുക. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന സ്നേഹിതരെ, പ്രാർത്ഥനയ്ക്ക് മറുപടി താമസിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ കുഴപ്പം ആരുടേതാണ്? നമ്മുടേതാണ് മനസ്സിലാക്കണം. ഹല്ലേലൂയ. അപ്പം നാം ചിലതിനൊക്കെ നീക്കി വെക്കണമെന്ന്. ഹല്ലേലൂയ. ഇപ്പം നമുക്കറിയാം നമ്മുടെ സഭയ്ക്കകത്തൊക്കെ ഈ മൊബൈലാണ് എല്ലാവരും ഉപയോഗിക്കുന്നത്. സ്തോത്രം. സഭയ്ക്കകത്ത് ബൈബിളിൽ നിന്ന് ഉപയോഗിക്കുന്ന പരിപാടിയൊക്കെ മാറ്റി വെച്ചിട്ട് ഇപ്പം എല്ലാവരും മൊബൈൽ. ഹല്ലേലൂയ. അപ്പം സാക്ഷ്യം പറയാനൊക്കെ മൊബൈൽ എടുത്ത് വെച്ചിട്ടാണ് സാക്ഷിയൊക്കെ പറയുന്നത്, ബൈബിൾ വായിക്കുന്നതൊക്കെ. ഹല്ലേലൂയ. എത്രമാത്രം നമ്മുടെ കാലം മാറിയെന്ന് ഓർത്തോണം. സ്തോത്രം. ഒരു ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഈ പുസ്തകം ചുമക്കുന്നത് അഭിമാനമായിട്ട് കാണണം. ഹല്ലേലൂയ. കാരണം ഇത് എടുക്കാൻ യോഗ്യതയില്ലാഞ്ഞ സ്ഥാനത്ത്, ഇത് എടുക്കുവാൻ യാതൊരു അവകാശമില്ലാഞ്ഞ സ്ഥാനത്ത് ഈ പുസ്തകം നമ്മുടെ കരങ്ങളിൽ തന്നിട്ട് ഇത് എടുത്തുകൊണ്ട് നടക്കുന്നതൊരു അഭിമാനമാണെന്ന് ചിന്തിക്കണം. ഹല്ലേലൂയ. ഇതൊരു ഭാരമായിട്ട് തോന്നരുത്. ഹല്ലേലൂയ. ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഈ ഭൂമിയിലെ ഏറ്റവും വലിയ ഉത്തമമായ സമ്പത്താണ് തിരുവചനം. ഹല്ലേലൂയ. ഏറ്റവും വിലപിടിപ്പുള്ളത് ഒന്ന് നമുക്കുണ്ടെങ്കിൽ അത് നമ്മുടെ കരങ്ങളിൽ തന്നിരിക്കുന്ന തിരുവചനമാണ്. ഹല്ലേലൂയ. ഏറ്റവും വലിയൊരു ശുശ്രൂഷ നമുക്കുണ്ടെങ്കിൽ അത് നമ്മുടെ പ്രാർത്ഥനയാണ്. ഹല്ലേലൂയ. അത് എന്നെ കേൾക്കുന്ന സ്നേഹിതർ, നിങ്ങൾക്ക്
ഏറ്റവും പ്രധാനപ്പെട്ട ശുശ്രൂഷ എന്ന് പറയുന്നത് നിങ്ങളുടെ പ്രാർത്ഥനയാണ്. നിങ്ങളുടെ ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറയുന്നത് ദൈവം നിങ്ങൾക്ക് തന്നിരിക്കുന്ന തിരുവചനമാണ്. ഇത് രണ്ടും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഉറപ്പായിട്ട് കൊണ്ടു നടക്കണം. അപ്പം പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഏകാഗ്രത വേണമെന്നാണ്. ഏകാഗ്രത വേണം. ഹല്ലേലൂയ. അതുകൊണ്ട് മടുത്തു പോകാതെ എപ്പോഴും പ്രാർത്ഥിക്കണം. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ വചനമൊക്കെ വായിക്കുമ്പോൾ കാണുന്നുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. ഈ 1 തെസ്സലോനിക്ക ലേഖനം 5-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നമ്മൾ കാണുന്നുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. 5-ാം അധ്യായം 16, 17, 18 വാക്യങ്ങളൊക്കെ വായിക്കുമ്പോൾ കാണുന്നുണ്ട്. ഹല്ലേലൂയ. എപ്പോഴും സന്തോഷിപ്പിൻ, ഇടവിടാതെ പ്രാർത്ഥിപ്പിൻ. ഹല്ലേലൂയ. എപ്പോഴും സന്തോഷിക്കണം. ഹല്ലേലൂയ. ഇടവിടാതെ പ്രാർത്ഥിക്കണം. അപ്പം ഏത് പ്രശ്നം വന്നാലും, ഏത് പ്രതികൂലം വന്നാലും, സങ്കടങ്ങൾ വന്നാലും, കണ്ണുനീരിൻ്റെ അനുഭവത്തിലൂടെ കടന്നു പോകേണ്ടി വന്നാലും പരിശുദ്ധാത്മാവ് പറയണം, നീ എപ്പോഴും സന്തോഷിക്കണം. ഹല്ലേലൂയ. നീ എപ്പോഴും സന്തോഷിക്കണം. സന്തോഷിക്കുവാൻ കഴിയാത്ത വിധത്തിൽ കണ്ണുനീരിൻ്റെ സാഹചര്യത്തിലൂടെ, വേദനയുടെ അനുഭവത്തിൽ ഒരുപക്ഷെ നീ കടന്നു പോയേക്കാം. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, ദൈവത്തിൻ്റെ ആത്മാവി പ്രഭാതത്തിൽ ശക്തമായിട്ട് നിന്നോട് ദൂത് പറയുന്നത്, നീ എപ്പോഴും സന്തോഷിക്കണം. ഹല്ലേലൂയ. എപ്പോഴും സന്തോഷം, ഇടവിടാതെ പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. ഇടവിടാതെ പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. അപ്പം ജീവിതം പ്രാർത്ഥനയായി മാറട്ടെ. ഹല്ലേലൂയ. ജീവിതം സന്തോഷകരമായി മാറട്ടെ. കർത്താവ് ആഗ്രഹിക്കുന്ന നിന്റെ ജീവിതം സന്തോഷമായി മാറണം. പ്രൈസ് ദി ലോർഡ്. നിന്റെ ജീവിതം പ്രാർത്ഥനയായി മാറണം. ഹല്ലേലൂയ. ഇതൊക്കെ പൗലോസ് അപ്പോസ്തലനൊക്കെ എഴുതി തരുമ്പോൾ ഹല്ലേലൂയ തൻ്റെ ജീവിത അനുഭവത്തിലൂടെയാണ് എഴുതി തരുന്നത്. പൗലോസിൻ്റെ അനുഭവങ്ങളൊന്നും പ്രിയരെ നമുക്കില്ല. നമ്മളൊന്നും ആ വഴിയൊന്നും കടന്നു പോയിട്ടുമില്ല, കടന്നു പോകുന്നുമില്ല. ഇനി അങ്ങനെ കടന്നു പോകേണ്ടി വന്നാൽ നമ്മൾ ഈ വിശ്വാസത്തിൽ നിൽക്കത്തുമില്ല. അത് യഥാർത്ഥമായ കാര്യം പലരെയും നമ്മൾ കണ്ടുപിടിക്കുന്നതാണ്. പിന്നെ അതൊന്നും വരാതിരിക്കട്ടെ എന്ന് ഞാനൊക്കെ പ്രാർത്ഥിക്കുക. സ്തോത്രം. നമുക്ക് കർത്താവ് പറഞ്ഞ കാര്യത്തിലേക്ക് വരാം. പരിശുദ്ധാത്മാവ് പറഞ്ഞ കാര്യത്തിലേക്ക് വരാം. എപ്പോഴും സന്തോഷിപ്പിൻ. അല്ലെങ്കിൽ എപ്പോഴും സന്തോഷിക്കണം. ഹല്ലേലൂയ. നിങ്ങളങ്ങ് തീരുമാനമെടുക്കണം. ഞാൻ എപ്പോഴും സന്തോഷിക്കും. എൻ്റെ കുടുംബത്തിനകത്ത് ദാരിദ്ര്യമാണ്, ഞാൻ എപ്പോഴും സന്തോഷിക്കും. എൻ്റെ കുടുംബ ജീവിതം തകർച്ചയാണ്, എന്നാലും ഞാൻ സന്തോഷിക്കും. എനിക്ക് സാമ്പത്തികമായി വളരെ തകർച്ചയില്ല, എന്നാലും ഞാൻ സന്തോഷിക്കും. തലമുറയെക്കുറിച്ച് ഭാരമായി, എന്നാലും ഞാൻ സന്തോഷിക്കും. ഹല്ലേലൂയ. എല്ലാവർക്കും എന്നെ കാണരുത്, എന്നാലും ഞാൻ സന്തോഷിക്കും. എല്ലാവരും എന്നെ കുറ്റം പറയും, എന്നാലും ഞാൻ സന്തോഷിക്കും. ഇപ്പോൾ എന്ത് വന്നാലും സന്തോഷിക്കണം. പരിശുദ്ധാത്മാവ് പറയുന്നത് എപ്പോഴും സന്തോഷിപ്പിൻ, ഇടവിടാതെ പ്രാർത്ഥിപ്പിൻ. ഹല്ലേലൂയ. ആമേൻ. എല്ലാറ്റിനും സ്തോത്രം ചെയ്യണം. പ്രൈസ് ദി ലോർഡ്. എന്താണ്? എല്ലാറ്റിനും സ്തോത്രം ചെയ്യണം. ആമേൻ. ആരുടെ എല്ലാം മുമ്പിൽ നിങ്ങൾ ഒറ്റപ്പെട്ടു പോകുന്നു, ആരുടെ എല്ലാം മുമ്പിൽ നിങ്ങൾ പരാജയപ്പെട്ടു പോകുന്നു, അതിനെല്ലാം നിങ്ങൾ സ്തോത്രം പറയണം. നിങ്ങളൊരു രോഗിയാണെങ്കിൽ ഇന്ന് പകൽ പ്രൈസ് ദി ലോർഡ് നിങ്ങൾ അതിനെ പറയാം, കർത്താവ് എൻ്റെ രോഗത്തെ ഓർത്ത് ഞാൻ സ്തോത്രം ചെയ്യുന്നു. വലിയ ബുദ്ധിമുട്ടുള്ള കാര്യം അങ്ങനെയൊക്കെ പറയാൻ, എന്നാലും പറയണം. രോഗത്തെ ഓർത്ത് സ്തോത്രം ചെയ്യുന്ന, എൻ്റെ കഷ്ടതയോർത്ത് സ്തോത്രം ചെയ്യുന്നവർ അതിനകത്തൊരു ദൈവ സാന്നിധ്യമുണ്ട്. ആ സ്തോത്രത്തിനകത്തൊരു അത്ഭുതമുണ്ടെന്ന് നിങ്ങൾ വിശ്വസിക്കണം. ഹല്ലേലൂയ. നാം ദൈവത്തിന് കൊടുക്കുന്ന സ്തോത്രത്തിനകത്തൊരു അത്ഭുതം ഉണ്ട്. ആ അത്ഭുതം നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടും. ഹല്ലേലൂയ. നിങ്ങൾ കർത്താവിൻ്റെ നാമത്തിൽ ഉറപ്പുള്ളവരായി മാറണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് ഈ ദൈവത്തിൻ്റെ വചനമൊക്കെ കേൾക്കുമ്പോൾ എന്ത് ചെയ്യണം? ഹല്ലേലൂയ. എപ്പോഴും സന്തോഷിക്കണം, ഇടപെടാതെ പ്രാർത്ഥിക്കണം, എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവിൻ. ഇതല്ലോ നിങ്ങളെക്കുറിച്ച് ക്രിസ്തുയേശുവിൽ ദൈവേഷ്ടം. ഹല്ലേലൂയ. ഇതാണ് ക്രിസ്തുയേശുവിൽ നിങ്ങളെക്കുറിച്ചുള്ള ദൈവേഷ്ടം. അപ്പം ദൈവത്തിൻ്റെ ഇഷ്ടം അതാണ് നമ്മൾ മനസ്സിലാക്കി. അപ്പം ദൈവത്തിൻ്റെ ഇഷ്ടം അറിഞ്ഞിട്ട് ഹല്ലേലൂയ സ്തോത്രം നമ്മൾ പിന്നെ എന്തിനാണ് ഈ പെറുപെറുക്കുന്നത്? സ്തോത്രം. ദൈവത്തിൻ്റെ ഇഷ്ടം ഞാൻ സന്തോഷിക്കണമെന്നും ഞാൻ പ്രാർത്ഥിക്കണമെന്നും എല്ലാത്തിനും സ്തോത്രം ചെയ്യണമെന്നാണ് എൻ്റെ കർത്താവിൻ്റെ ഇഷ്ടം. പിന്നെന്തിനാണ് പ്രിയരെ നമ്മൾ ഈ ദുഃഖമായിട്ടിരിക്കുന്നത്? നമ്മുടെ കർത്താവിൻ്റെ മുമ്പിൽ നമ്മളെപ്പോഴും സന്തോഷമുള്ളവരായിരിക്കണമെന്ന് അതാ യേശു കർത്താവ് ആഗ്രഹിക്കുന്നത്. കർത്താവ് ആത്മാവിനെ കെടുത്തരുത്. ഹല്ലേലൂയ. പ്രവചനം തുച്ഛീകരിക്കരുത്. സകലതും ശോധന ചെയ്ത് നല്ലത് മുറുകെ പിടിപ്പിൻ, സകലവിധ ദോഷവും വിട്ടകലാനാ പറയുന്നത്. ഹല്ലേലൂയ. സകലവിധ ദോഷവും വിട്ടകലണം. ഹല്ലേലൂയ. നിങ്ങളുടെ പ്രാർത്ഥനയെ തളർത്തിക്കളയുന്ന, നിങ്ങളുടെ ആരാധനയെ തളർത്തിക്കളയുന്ന, നിങ്ങളുടെ വിശ്വാസത്തെ ക്ഷീണിപ്പിക്കുന്ന, നിങ്ങളെ അവിശ്വാസം കൊണ്ടുവരുന്ന സകലവിധ ദോഷത്തെയും എന്ത് ചെയ്യണം? ഹല്ലേലൂയ. വിട്ടകലുവിൻ. ഹല്ലേലൂയ. അതിനെ കൂടെ കൂട്ടരുത്, അതിനെ കൂടെ കൊണ്ട് നടക്കരുത്. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി സ്തോത്രം. ഇന്ന് പകൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വ്യക്തമായിട്ട് എന്നോട് സംസാരിക്കുന്നത്, വ്യക്തമായിട്ട് ഇടപെടുന്ന എൻ്റെ കുടുംബത്തോടുള്ള ബന്ധത്തിൽ, നിന്റെ ജീവിതത്തിലുള്ള ബന്ധത്തിൽ, നിന്റെ തലമുറയുള്ള ബന്ധത്തിൽ, നിന്റെ ബിസിനസ്സിനുള്ള ബന്ധത്തിൽ, നിന്റെ ജോലിയുള്ള ബന്ധത്തിൽ ആമേൻ ദൈവത്തിൻ്റെ ആത്മാവിന് പറയുവാനുള്ള ശക്തമായ സന്ദേശം, സകലവിധ ദോഷവും വിട്ടകലുവിൻ. ഹല്ലേലൂയ. സ്തോത്രം.
വിശ്വസിക്കുന്ന ദൈവമക്കളെ കരങ്ങളൊക്കെ തട്ടി ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടല്ലുരിയ, ദൈവത്തിൻ്റെ ഒരു ആമേനൊക്കെ പറഞ്ഞിട്ട് പിന്നീട് നാം ദൈവത്തിൻ്റെ ആമേനൊക്കെ പറയുന്നത്, സ്തോത്രമൊക്കെ പറയുന്നത്, ഒന്ന് സ്തുതിക്കുകയൊക്കെ ചെയ്യുന്നത്, രണ്ട് അല്ലുരിയൊക്കെ പറയുന്നത്, അത് നമ്മുടെ ജീവിതത്തിൽ ആരോഗ്യമുണ്ടാകും. ഫ്രൈസറുകൾ ദൈവത്തിന് സ്തോത്രം പറയുമ്പോൾ ആരോഗ്യത്തിലേക്ക് വരുമെന്ന്, ദൈവത്തിന് അല്ലുരിയ പറയുമ്പോഴും, ദൈവത്തെ സ്തുതിക്കുമ്പോഴും, ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോഴും ഒക്കെ, ദൈവത്തെ നന്ദി അറിയിപ്പിക്കുമ്പോഴൊക്കെ നമ്മൾ ആരോഗ്യം പ്രാപിക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ അനുഗ്രഹിക്കപ്പെടുകയാണ്. നമുക്ക് സമാധാനം ഉണ്ടാകുകയാണ്. നമ്മുടെ ദുഃഖങ്ങൾ മാറും, കണ്ണുനീരുകൾ മാറും. ഹല്ലേലൂയ. വിശ്വസിക്കുന്നെങ്കിൽ സ്തോത്രം പറഞ്ഞു. ഞാൻ പറയുന്നത് അതിനൊക്കെ ചെറിയ കാര്യങ്ങളാണ് പറയുന്നത്, വലിയ കാര്യങ്ങളൊന്നും അല്ല ഇവിടെ പറയുന്നത്. നമുക്കെല്ലാം ഉൾക്കൊള്ളാവുന്ന കാര്യങ്ങളെ പറയുന്നുള്ളൂ. സ്തോത്രം. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് പകൽ ദൈവവചനം കേൾക്കുന്ന പ്രിയ സ്നേഹിതരെ, ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഈ ദൈവവചനം സൂക്ഷിച്ച് നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. വിവിധ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ആ പ്രാർത്ഥന നമ്മളങ്ങോട്ട് ചെയ്യുമ്പം പ്രാർത്ഥന രോഗികളുടെ വിവരങ്ങൾ നമ്മൾ പറയുമ്പോൾ, നിങ്ങൾ അതിലേതെങ്കിലും ഒരു രോഗിയാണെ പറയണം, കർത്താവ് എനിക്ക് അതിനകത്ത് സൗഖ്യം തരണം. ഹല്ലേലൂയ. ഞാൻ ലോകത്തിൽ ഒരുപാട് മെഡിസിൻ ചെയ്തു, ഒരുപാട് മരുന്നുകൾ കഴിച്ചു, ഒരുപാട് ഡോക്ടർമാരെ കണ്ടു, എനിക്കുണ്ടായിരുന്ന പണങ്ങളെല്ലാം ഞാൻ ചെലവഴിച്ചു, എന്നിട്ടൊന്നും ഒരു സൗഖ്യമില്ല. ഇനി സൗഖ്യം തരാൻ കഴിയുന്നത് യേശുക്രിസ്തുവിന് മാത്രമാണ്. അതുകൊണ്ട് എൻ്റെ രോഗത്തിന് സൗഖ്യം തരണം, എൻ്റെ കുടുംബത്തിലെ ശാപങ്ങളൊന്ന് മാറിപ്പോകണം, എൻ്റെ കണ്ണുനീരൊന്ന് മാറിപ്പോകണം, എൻ്റെ വിഷയങ്ങൾക്കൊരു പരിഹാരം നൽകണം. ഹല്ലേലൂയ. അതേപറ്റി ദൈവം അത്ഭുതം ചെയ്യും. ഹല്ലേലൂയ. അപ്പോൾ അനീതിയുള്ള ന്യായാധിപൻ നിരന്തരം അദ്ദേഹത്തെ അസഹ്യപ്പെടുത്തി കഴിഞ്ഞപ്പോൾ അവളുടെ ആ വിഷയത്തിന് അദ്ദേഹം പരിഹാരം പ്രതിക്രിയ നടത്തി കൊടുത്തെങ്കിൽ, നമ്മുടെ കർത്താവ് സ്തോത്രം നമ്മുടെ വിഷയത്തെ പരിഹരിച്ച് നമുക്ക് മറുപടി നൽകാൻ വിശ്വസനാണെന്ന് വിശ്വസിക്കണം. നമ്മുടെ കർത്താവിലേക്കായിരിക്കും നമ്മുടെ കണ്ണുകൾ ഉയരേണ്ടത്. നമുക്ക് ദൈവമായിട്ടാണ് ബന്ധം. അപ്പം വചനം പറയും, മടുത്തു പോകാതെ പ്രാർത്ഥിക്കണമെന്ന സ്തോത്രം ദൈവത്തിനും പറയുന്നത്. അപ്പം ഈ വേദപുസ്തകമൊക്കെ വായിക്കുമ്പോൾ കണ്ടത്, ഈ വിശ്വാസ ജീവിതത്തിൽ വളരെ കഷ്ടതകൾ കടന്നു വരാം. വിശ്വാസ ജീവിതത്തിൽ ഒരുപാട് കഷ്ടതകളും കഷ്ടപ്പാടുകളും കടന്നു വരാം. അങ്ങനെ കഷ്ടതകളും കഷ്ടപ്പാടുകളും കടന്നു വരുമ്പോൾ നിങ്ങൾ തകർന്നു പോകരുത്. നമുക്ക് ഈ അപ്പോസ്തലനായിരിക്കുന്ന പൗലോസിൻ്റെ ജീവിതത്തിനകത്തൊക്കെ പ്രാർത്ഥനയിൽ മടുത്തു പോകുന്ന വിധത്തിലുള്ള പ്രതികൂലങ്ങൾ വന്നിട്ടുണ്ട്. അതിൽ ഒരു ഭാഗം വായിച്ച് ഞാൻ പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുകയാണ്. നമുക്കറിയാം, 2 തിമോഥെയോസിൻ്റെ ലേഖനം, സ്തോത്രം ഹല്ലേലൂയ, അതിൻ്റെ 4-ാം അധ്യായം അതിൻ്റെ 16-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ കാണുന്നുണ്ട്, എൻ്റെ 1-ാം പ്രതിവാദത്തിൽ ആരും എനിക്ക് തുണ നിന്നില്ല, എല്ലാവരും എന്നെ കൈവിട്ടു. അത് അവർക്ക് കണക്കിടാതിരിക്കട്ടെ. കർത്താവ് എനിക്ക് തുണ നിന്ന് പ്രസംഗം എന്നെ കൊണ്ട് നിവർത്തിപ്പാനും സകല ജാതികളും കേൾപ്പാനും എന്നെ ശക്തീകരിച്ചു. ഹല്ലേലൂയ. അപ്പം അടുത്തു പോകാതെ പ്രാർത്ഥിക്കണമെന്നൊക്കെ ദൈവത്തിൻ്റെ വചനം പറഞ്ഞ് നമ്മൾ ആ വചനത്തിലൊക്കെ നിൽക്കുമ്പോൾ, പൗലോസ് ജീവിതത്തിൽ അനുഭവിച്ചതുപോലെ ചില കഷ്ടതകൾ വരാം. പൗലോസ് പറയണേ, എൻ്റെ 1-ാം പ്രതിവാദത്തിൽ ആരും എനിക്ക് തുണ നിന്നില്ല, എല്ലാവരും എന്നെ കൈവിട്ടു. ഹല്ലേലൂയ. അതേപോലെ എല്ലാവരും കൈവിട്ട് കളയുന്ന ചില സാഹചര്യങ്ങൾ കടന്നു വരും. ഹല്ലേലൂയ. എല്ലാവരും കൈവിട്ട് കളയുന്ന സാഹചര്യങ്ങൾ, എല്ലാവരും നിങ്ങളെ മറന്നു പോകുന്ന ചില സാഹചര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നേക്കാം. ഇന്നലകളിൽ നിങ്ങളെ സ്നേഹിച്ചവരും, നിങ്ങളെ വിളിച്ചവരും, നിങ്ങളോടൊപ്പം സന്തോഷിച്ചവരും, നിങ്ങളോടൊപ്പം ഒരു ഊണുമേശിരുന്ന് ഭക്ഷണം കഴിച്ചവരും, ഹല്ലേലൂയ, നിങ്ങളോടൊപ്പം ഒന്നിച്ച് നടന്നവരൊക്കെ നിങ്ങളെ കൈവിട്ടെന്ന് വന്നേക്കാം. ഹല്ലേലൂയ. അങ്ങനെ കൈവിട്ടാൽ നിങ്ങൾ പതറിപ്പോകരുത്. ഇവിടെ ദൈവത്തിൻ്റെ വചനം പറയുന്നത് എന്താണ്? നീറോ ചക്രവർത്തിയുടെ മുമ്പാകെ പൗലോസിനെ വിസ്തരിക്കുമ്പോൾ അവൻ അനുകൂലമായി സാക്ഷി പറയുവാൻ ആരും മുമ്പോട്ട് വന്നില്ലെന്നുള്ള, ആരും മുമ്പോട്ട് വന്നില്ല. സ്തോത്രം. ഹല്ലേലൂയ. അവൻ മുമ്പോട്ട് വന്നില്ല. അതേസമയം ചെമ്പ് പണിക്കാരൻ അലക്സാണ്ടർ അവനെതിരായിട്ട് സാക്ഷി പറയുകയും ചെയ്തു. അങ്ങനെ ചക്രവർത്തിയുടെ മുമ്പാകെ തനിക്ക് അനുകൂലമായി സാക്ഷി പറയുവാൻ ആരും മുമ്പോട്ട് വന്നില്ലെങ്കിലും കർത്താവിൻ്റെ സഹായത്താൽ പൗലോസിന് ധൈര്യമായി തൻ്റെ കാര്യം വാദിക്കുവാൻ അവസരം ലഭിച്ചു എന്നുള്ളതാണ് ഭക്തൻ്റെ ജീവിതത്തെ പ്രാർത്ഥനയുടെ അനുഭവം. ഹല്ലേലൂയ. തനിക്ക് അനുകൂലമായിട്ട്, അല്ലെങ്കിൽ ചക്രവർത്തിയുടെ മുമ്പിൽ തനിക്ക് അനുകൂലമായിട്ട്, പൗലോസിന് അനുകൂലമായി സാക്ഷി പറയുവാൻ ഒരു കുഞ്ഞും വന്നില്ല. പക്ഷേ ചെമ്പ് പണിക്കാരനായിരിക്കുന്ന അലക്സാണ്ടർ തനിക്കെതിരായിട്ട് സാക്ഷി പറഞ്ഞപ്പോഴും അവിടെയും പൗലോസിനെ ബലപ്പെടുത്തുവാൻ, പൗലോസിനെ ശക്തീകരിക്കാൻ കർത്താവ് തന്നോടൊപ്പം കൂടെ നിന്നു എന്നുള്ളതാണ്. അതേപോലെ എല്ലാവരും നിങ്ങളെ കൈവിട്ട് കളഞ്ഞാലും നിങ്ങളെ കൈവിട്ട് കളയാത്ത നല്ലൊരു കർത്താവുണ്ട്. ഇന്ന് പകൽ ദൈവത്തിൻ്റെ വചനത്തിൽ വിശ്വസിക്കാൻ കഴിയുമോ? ദൈവത്തിൻ്റെ വചനത്തെ ഏറ്റെടുക്കാൻ കഴിയുമോ? നീ കടന്നു പോകുന്ന പ്രതിസന്ധി ഉണ്ടല്ലോ, നീ കടന്നു പോകുന്ന സങ്കടപ്പെടുന്ന അനുഭവങ്ങളുണ്ടല്ലോ, അതിൽ നിന്നെ പുറത്തു കൊണ്ടുവരാൻ ദൈവത്തിൻ്റെ ആത്മാവിന് കഴിയുമെന്നാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. അപ്പം ഇവിടെ ദൈവത്തിന് വചനം പറയുന്നുണ്ട്. അപ്പം കർത്താവ് പൗലോസിനോട് തുണ നിന്നത് കൊണ്ട് പൗലോസ് ധൈര്യമായി തൻ്റെ കാര്യം
വാദിക്കാൻ അവസരം ലഭിച്ചു. അതിൻ്റെ ഫലമായിട്ട് റോമൻ പൗരനായി തൻ്റെ സിംഹത്തിന് ഈ എറിഞ്ഞു കൊടുക്കുവാൻ ചക്രവർത്തി തീരുമാനിച്ചതല്ല. അങ്ങനെ തൻ്റെ ഒന്നാമത്തെ വിസ്താരത്തിൽ തൻ്റെ ഒന്നാമത്തെ വിസ്താരത്തിൽ പൗലോസിന് അത്ഭുതകരമായി മരണത്തിൽ നിന്നും വിടുതൽ ലഭിച്ചു എന്ന്, തൻ്റെ ജയിൽവാസം തുടർന്നുകൊണ്ടിരുന്നുവെന്നും അതിൽ നമുക്ക് കാണാൻ കഴിയും. ഹല്ലേലൂയ. അപ്പം പൗലോസിന് മരണകരമായ ഒരു അനുഭവം, ഹല്ലേലൂയ, സ്തോത്രം, വന്നു എന്നുള്ളതാണ് നമ്മളവിടെ മനസ്സിലാക്കാൻ കഴിയും. ചക്രവർത്തി സ്തോത്രം അവിടെ നിന്ന് സിംഹത്തിന് എറിഞ്ഞു കൊടുക്കാൻ ചക്രവർത്തി തീരുമാനിച്ചില്ല. ഹല്ലേലൂയ. എന്താണ് ചക്രവർത്തി തീരുമാനിക്കുന്നതിൻ്റെ കാരണം? കർത്താവ് തുണ നിന്നത് കൊണ്ടാണ്. പൗലോസിൻ്റെ പ്രാർത്ഥനയ്ക്ക്, പൗലോസിൻ്റെ സമർപ്പണത്തിന് കർത്താവ് ഹല്ലേലൂയ പൗലോസിന് തുണ നിന്നു. അതുകൊണ്ട് സിംഹങ്ങൾക്ക് എറിഞ്ഞു കൊടുക്കാൻ ചക്രവർത്തി തീരുമാനപ്പെടുത്തില്ല. ചക്രവർത്തിയുടെ മനസ്സിനെ പോലും ദൈവം മാറ്റി എന്നുള്ളതാണ്. സ്തോത്രം. അത് ഇന്ന് പകൽ ദൈവത്തിൻ്റെ വചനം കേൾക്കുന്ന സ്നേഹിതരെ, നിങ്ങൾ പ്രാർത്ഥിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് പ്രതികൂലമായി നിൽക്കുന്ന സാഹചര്യങ്ങളെ നടുവിൽ ദൈവം ഇറങ്ങി പ്രവർത്തിച്ച് അവരുടെ മനസ്സിനെ ദൈവം മാറ്റും. ഹല്ലേലൂയ. നീ ഒരു ജോലി സംബന്ധമായ വിഷയത്താണ് കടന്നു പോകുന്നെങ്കിൽ പല ഓഫീസുകൾ കയറി ഇറങ്ങിയിട്ടും ജോലി കിട്ടാതെ ഭാരപ്പെട്ട പല ഉദ്യോഗസ്ഥന്മാരുടെ മുമ്പിൽ ചെന്നിട്ടും യാതൊരു മറുപടിയില്ലാതെ നിന്നെ പറഞ്ഞു വിട്ടുകൊണ്ടിരിക്കുന്ന അനുഭവമാണെങ്കിൽ, എല്ലാവരും നിന്നെ കൈവിട്ടു, നിനക്ക് അനുകൂലമായി ഒരു സാക്ഷി പറയാൻ, നിനക്ക് അനുകൂലമായി ഇതിനോടൊപ്പം നിൽക്കുവാൻ ആരുമില്ലെങ്കിലും പ്രാർത്ഥനയും അടുത്തു പോകാതിരുന്നാൽ അധികാരികളുടെ ഹൃദയത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് പ്രവർത്തിക്കും. വിശ്വസിക്കുന്ന സ്തോത്രം പറഞ്ഞാൽ ഹല്ലേലൂയ. ഇതുപോലെ എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിതരെ, പൗലോസിനെ പോലെയുള്ള വ്യക്തികളുടെ ജീവിതത്തിൽ, അപ്പോസ്തലന്റെ ജീവിതത്തിൽ ഇതുപോലെയുള്ള ദൈവ സാന്നിധ്യം അനുഭവിച്ചെങ്കിൽ ആ ദൈവ സാന്നിധ്യം അനുഭവിപ്പാൻ ഇതുപോലെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനോട് ആഹ്വാനം ചെയ്യുന്നത് സ്തോത്രം എപ്പോഴും സന്തോഷിപ്പിൻ, ഇടപെടാതെ പ്രാർത്ഥിപ്പിൻ, എല്ലാറ്റിനും സ്തോത്രം. ഇതല്ലോ നിങ്ങളെ കുറിച്ചുള്ള ദൈവ ഇഷ്ടം. അതുകൊണ്ട് നാം വായിച്ച ദൈവത്തിന്റെ വചനത്തിലേക്ക് മടങ്ങി വരട്ടെ. മടുത്തു പോകാതെ എപ്പോഴും പ്രാർത്ഥിക്കണം എന്നുള്ളതിന് അവൻ അവരോടൊരു ഉപമ പറഞ്ഞു. മടുത്തു പോകാതെ എപ്പോഴും പ്രാർത്ഥിക്കണം. അതേപോലെ ഇന്ന് ഒന്നിച്ച ദിവസനെ പ്രാർത്ഥിക്കാം. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകണം. നിങ്ങളുടെ സങ്കടങ്ങളായി എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നത് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന സ്നേഹിതരെ, എന്നെ ഈ വചനം ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ കണ്ണുനീരും നിങ്ങളുടെ വേദനയും, നിങ്ങൾ കടന്നു പോകുന്ന വിവിധ രോഗങ്ങളും പ്രതിസന്ധികളും കഷ്ടതകളും കഷ്ടപ്പാടുകളും സങ്കടങ്ങളാണ് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നത്. ഞാൻ ഈ പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന ഈ വിഷയത്തിനകത്ത് ഏതെങ്കിലും ഒന്ന് നിങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അതിന് നിങ്ങൾ സ്തോത്രം പറഞ്ഞിട്ട് പറയണം, കർത്താവ് എനിക്കുന്ന സൗഖ്യം നൽകണം, മറുപടി നൽകണം. ഞാൻ ഈ പ്രാർത്ഥന, ഈ രോഗികൾ കൊണ്ട് പ്രാർത്ഥന പലപ്പോഴും ഇങ്ങനെയുള്ള മീറ്റിംഗ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കാം. ഇന്ന് പകരം ദൈവാത്മാവ് പറയുന്നത് അങ്ങനെ പ്രാർത്ഥിക്കാനാണ് പറയുന്നത്. അതുകൊണ്ടാണ് മടുത്തു പോകാതെ എപ്പോഴും പ്രാർത്ഥിക്കുക. എല്ലാ കണ്ണുകളും കൊണ്ട് അടച്ചാട്ടല്ലുരിയ. രോഗികളെ ഓർത്ത് പ്രാർത്ഥിക്കാം, ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കിടക്കുന്നവരോട് പ്രാർത്ഥിക്കാം, ജീവിതത്തിൽ ശാപത്തിൻ്റെ കീഴിൽ കിടക്കുന്നവരോട് പ്രാർത്ഥിക്കാം, വിവിധമായ കഷ്ടതയുടെ വരികൾ കടന്നു പോകുന്നവരോട് പ്രാർത്ഥിക്കാം. ഒരു ജോലിക്ക് വേണ്ടി ആഗ്രഹിച്ചിട്ടും പല ഓഫീസുകൾ കയറി ഇറങ്ങിയിട്ടും അതിന് മറുപടി കിട്ടാതെ ഭാരപ്പെടുന്നവരോട് പ്രാർത്ഥിക്കാം, വിദേശ രാജ്യങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്നവരോട് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ട ദൈവം ഒരു വിടുതൽ അയക്കുകയെന്ന് എല്ലാ കണ്ണുകളുടെ ചാട്ട്. പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, നല്ല സമയത്തിന് ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവ്, ഞങ്ങൾ ദൈവത്തിന് വായിച്ചുകളും മടുത്തു പോകാതെ എപ്പോഴും പ്രാർത്ഥിക്കണം എന്നുള്ളതിന് യേശു ക്രിസ്തു ഒരു പറഞ്ഞ ഉപയോഗയിലൂടെ ഞങ്ങൾ കർത്താവെ പ്രാർത്ഥിക്കുകയാണ്. കർത്താവ്, വിധവയുടെ അപേക്ഷ കേൾക്കാതെ അവളെ കർത്താവ് അസഹ്യപ്പെടുത്തുന്ന അവളുടെ പ്രാർത്ഥന മറുപടി ഇല്ലാതെ അവൾ ഭാരപ്പെട്ടെങ്കിൽ നിരന്തരം അവൾ പ്രാർത്ഥന അപേക്ഷയുമായി ചെന്ന് ഒടുവിൽ കർത്താവ് നീതിയുള്ള ന്യായാധിപൻ അവളെ വിഷയങ്ങൾക്ക് പ്രതിക്രിയ നടത്തി അവളെ വിടുവിച്ചുവെങ്കിൽ കർത്താവ്, ഞങ്ങൾ വിശ്വാസത്തോടു കൂടി പ്രാർത്ഥിക്കുന്ന സകല പ്രാർത്ഥനയ്ക്കും ഞങ്ങളുടെ പിതാവ്, ഞങ്ങളുടെ കർത്താവ് യേശു ഞങ്ങൾക്ക് മറുപടി നൽകുന്നു. വിശ്വസിക്കുകയാണ്, നീതിമാന്റെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന വളരെ ഫലിക്കുന്നു. കർത്താവ്, ഇന്ന് പകൽ ചില രോഗികളോട് പ്രാർത്ഥിക്കുകയാണ്. കർത്താവ്, ശരീരമാസകൾ, വിവിധ രോഗങ്ങൾ, തലവേദന, ട്യൂമറും, കണ്ണുവേദന, ചെവിവേദന, ടോൺസിൽസ്, തൈറോയ്ഡ് രോഗങ്ങളെ ഭാരപ്പെടുന്നവർ, ചെവിയുടെയും തലയുടെയും പെടലിയും ഒക്കെ ബാലൻസ് തെറ്റിയൊക്കെ ദൈവം സൗഖ്യം കൊടുക്കണമായി പ്രാർത്ഥിക്കുന്നു. കർത്താവ്, കർത്താവ്, പ്രഷർ, ഷുഗർ, കൊളസ്ട്രോൾ ഭാരപ്പെടുന്നവർക്ക് ദൈവം സൗഖ്യം കൊടുക്കണം. അലർജി സംബന്ധമായ വിഷയങ്ങൾ, തുമ്മലും ശ്വാസം മുട്ടലും, ശരീരമാസകളും ചൊറിഞ്ഞും പൊട്ടലുകളും, കർത്താവ്, കണ്ണിൻ്റെ ചൊറിച്ചുകളും, താര സംബന്ധമായ ചില പ്രശ്നങ്ങളാൽ ഭാരപ്പെടുന്നവർക്കെല്ലാം ഇത് ദൈവം സൗഖ്യം
കൊടുക്കണമായി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. കർത്താവ് സ്തോത്രം. ഹല്ലേലൂയ. ക്ഷയരവും കുഷ്ഠരോഗവും ക്യാൻസറും ജനം വിടുവിക്കണമായി പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഹാർട്ട്, ലിവർ, ലെൻസസ് എല്ലാ രോഗങ്ങളാലും അറ്റാക്കുകൾ, ബ്ലോക്കുകൾ, സൈലന്റ് അറ്റാക്കുകൾ ഭാരപ്പെടുന്നവർക്കെല്ലാം ഇതുപോലെ ദൈവ സൗഖ്യം കൊടുക്കുവാൻ യേശുവിൻ്റെ കരങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. കർത്താവ് മജ്ജസംബന്ധ ട്യൂമർ, ക്യാൻസർ, ബ്ലഡ് ക്യാൻസർ, അതുപോലെ ബ്രസ്റ്റ് സംബന്ധ മുഴകൾ, ട്യൂമർ, ക്യാൻസറുകൾ മാറിപ്പോകട്ടായി ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. സ്തോത്രം. ബോൺ സംബന്ധം എല്ലാ ട്യൂമറും ക്യാൻസർ വളർച്ചക്കുള്ള തീരുമാനങ്ങളിൽ നിന്നും കർത്താവ് ജനത്തെ വിടുവിക്കണമേ പ്രാർത്ഥിക്കണം. ഉത്തരസംബന്ധമായി കുടസ്സം, യൂട്രസ്, അപ്പൻഡിക്സ്, വൽസ്, ഇറണി അടക്കമുള്ള അൾസർ അടക്കമുള്ള സകല രോഗത്തിൽ ജനത്തെ വിടുവിക്കുവാൻ യേശുവിൻ്റെ കരങ്ങൾ ഏൽപ്പിക്കുകയാണ്. ലിവറാമത്ത് വെള്ളം കെട്ടി കർത്താവ് വയറുവരുന്ന ഓപ്പറേഷൻ ചെയ്ത മരണത്തിന് മുമ്പിൽ എത്തി നിൽക്കുന്ന ജീവിതങ്ങൾക്ക് നമുക്ക് ദൈവം സൗഖ്യം കൊടുക്കണം. ശിരസ് തൊട്ട് ഉള്ളംകാലം വരെ വ്യാപരിക്കുന്ന വിവിധമായ രോഗങ്ങളിൽ ജനത്തെ വിടുവിക്കണം. എല്ലാ സന്ധിവാദങ്ങളും, പക്ഷവാദങ്ങളും, വാമവാദങ്ങൾ, തൂക്കസംബന്ധം എല്ലാ വാദങ്ങളും, ഞരമ്പിനകത്ത് കർത്താവിലുള്ള വാദങ്ങളും, അസ്ഥികൾക്കകത്ത് കുത്തിപ്പറിക്കുന്ന കർത്താവി വേദനയോടെ അനുഭവിക്കുന്നവർക്കെല്ലാം ഇതുപോലെ ദൈവം സൗഖ്യം കൊടുക്കണമായി പ്രാർത്ഥി. ഞരമ്പുകൾ പിടഞ്ഞ് കർത്താവി അത് പൊട്ടി രക്തം വാർന്നൊലിക്കുന്നവരും കർത്താവി ഇന്ന് പകൽ വിവിധ രോഗത്താൽ ഭാരപ്പെടുന്നവരും എല്ലാം ദൈവം സൗഖ്യം കൊടുക്കണമായി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. കർത്താവി സ്തോത്രം. ഹല്ലേലൂയ. ജന്മന വൈകല്യമുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വിവിധ ആക്സിഡന്റുകളിൽ കർത്താവി ശരീരത്തിൻ്റെ ചലനശേഷി നഷ്ടപ്പെട്ട് ഹല്ലേലൂയ കർത്താവി സ്തോത്രം. ശരീരത്തിന് ചലനശേഷി നഷ്ടപ്പെട്ട് ഹല്ലേലൂയ ജീവിതത്തിൽ കഷ്ടം അനുഭവിക്കുന്നവരെയും വിടുവിക്കാനായി പ്രാർത്ഥിക്കുന്നു. സംസാരശേഷി നഷ്ടപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ വൃത്തങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. നിരാലംബരും വൃത്തൻ അശനായിരിക്കുന്നവർക്ക് പ്രാർത്ഥിക്കുന്നു. ജുവലുക്കും തലമുറയിലായിരിക്കുന്നവർക്ക് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഓർഫനേജ് ഓൾഡേജിലായിരിക്കുന്നവർക്ക് പ്രാർത്ഥിക്കുകയാണ്. യാചകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാ മേഖലയിലും ദൈവത്തിൻ്റെ കരം പ്രവർത്തിപ്പാൻ ദൈവാത്മാവ് ഇന്ന് പകൽ സകല രോഗത്തിന് സൗഖ്യം കൊടുക്കുവാൻ യേശുവിൻ്റെ കരങ്ങൾ ഏൽപ്പിക്കാൻ. ഡിസ്ക് സംബന്ധ വിഷയങ്ങളെ ഭാരപ്പെടുന്ന കർത്താവ് ജോയിന്റുകൾ വേദന അനുഭവിക്കുന്നവർ കർത്താവ് മുട്ടിച്ചിരട്ടയ്ക്ക് കർത്താവ് തീരുമാനങ്ങൾ മുട്ടിച്ചിരട്ടെ ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞവർ വിവിധ സർജറി ചെയ്ത് കീമോ ചെയ്ത് കിടക്കുന്നവർ ഡയാലിസിസ് ചെയ്യുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. ഇന്ന് പകൽ സർജറിക്ക് വിധേയപ്പെട്ട് ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്ന എല്ലാ മേഖലയിലും ദൈവം സൗഖ്യം കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. കർത്താവ് വാർദ്ധക്യ സഹജമായ അസുഖങ്ങളായി ഭാരപ്പെടുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ ആത്മാവിധ പകൽ എല്ലാ മേഖലയിലും ദൈവം വിടുതൽ കൊടുക്കണമായി പ്രാർത്ഥിക്കുകയാണ്. കർത്താവ് വിവിധമായ എണ്ണിയാലൊടുങ്ങാത്ത രോഗങ്ങളാൽ ഭാരപ്പെടും കൊറോണയിൽ ഭാരപ്പെടുന്ന കർത്താവ് സ്തോത്രം അവർക്കെല്ലാം ദൈവം സൗഖ്യം കൊടുക്കണമായി പ്രാർത്ഥിക്കും. പ്രഷർ കുറഞ്ഞു പോകുന്ന അനുഭവങ്ങൾ കർത്താവ് അങ്ങനെയുള്ള രോഗത്തിൽ കർത്താവ് ജനത്തെ വിടുവിക്കണമേ പ്രാർത്ഥിക്കും. ഓക്സിജൻ്റെ അളവ് കുറവുന്ന അനുഭവങ്ങൾ എല്ലാ മേഖലയിൽ ജനത്തെ വിടുവിക്കുവാൻ യേശുവിൻ്റെ കരങ്ങൾ ഏൽപ്പിക്കുകയാണ്. വിവിധമായ ശാപത്തിന് കീഴിൽ കിടക്കുന്ന കുടുംബങ്ങളെല്ലാം വിടുവിക്കപ്പെടട്ടെ, വ്യക്തികൾ വിടുവിക്കപ്പെടട്ടെ. ഒരു ജോലിക്ക് വേണ്ടി കർത്താവ് പല ഓഫീസുകൾ കയറിയിറങ്ങിയിട്ട് ഒരു മറുപടിയില്ലാതെ നിരാശരായിരിക്കുന്നവരുടെ വിഷയങ്ങൾക്ക് നമുക്ക് മറുപടി നൽകണം. അധികാരികൾ ഹൃദയത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് ഇടപെടുവാൻ പ്രാർത്ഥിക്കുകയാണ്. ജോലി നഷ്ടപ്പെട്ടവർക്ക്, ബിസിനസ് തകർച്ച പറ്റിയവർ, കൃഷിയിൽ തകർച്ച വന്നവരെ എല്ലാം ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവർക്കെല്ലാവരും ആശ്വാസം ദൈവം കൊടുക്കണോ ഞങ്ങൾ പ്രാർത്ഥിക്കണം. എല്ലാവരും വിദേശ രാജ്യങ്ങളിൽ ജോലിക്ക് പോയിട്ട് ജോലി ലഭ്യമല്ലാതെ വേണ്ടത്ര സാലറികളില്ലാതെ ജോലി ചെയ്തിട്ട് സാലറി ലഭിക്കാതെ ഇന്നൊക്കെ അടിമകളെ പോലെ ജോലി അനേക പ്രിയപ്പെട്ടവർ ഓർത്ത് പ്രാർത്ഥിക്കും. മടരാനുടെ കഷ്ടം അനുഭവിക്കുന്നവർക്കായി പ്രാർത്ഥിക്കുന്നു. വിസ നഷ്ടപ്പെട്ടവർ എല്ലാവരും ഓർത്ത് പ്രാർത്ഥിച്ച് ശമ്പളം കിട്ടാത്തവരോട് പ്രാർത്ഥിക്കണം. എല്ലാ മേഖലയിലും അധികാരികൾ ഹൃദയങ്ങൾ ദൈവത്തിൻ്റെ ആത്മാവ് ഇടപെടണമേ പ്രാർത്ഥിക്കും. വിദേശത്ത് ജോലിക്ക് പോയി നാട്ടിൽ കടന്നു കഴിയാതെ വിവിധ കേസുകൾ അകപ്പെട്ട് ജയിലറയ്ക്കകത്ത് കിടക്കുന്നവർക്ക് മോചനം കൊടുക്കാൻ ഞങ്ങൾ യേശുവിൻ്റെ കരങ്ങൾ ഏൽപ്പിക്കുകയാണ്. കർത്താവ് വിദേശത്ത് ജോലിക്ക് പോയിട്ട് അനേക സഹോദരന്മാർ കർത്താവ് മറ്റുള്ളവരെ പീഡിപ്പിക്കപ്പെടുന്നു, ഉപദ്രവിക്കപ്പെടുന്ന, കഷ്ടം സഹിക്കുന്ന, കണ്ണതിലൂടെ കടന്നു പോകുന്നു. അങ്ങനെയുള്ളവർക്കെല്ലാം ദൈവം ആശ്വാസം കൊടുക്കണമായി പ്രാർത്ഥിക്കുന്നല്ലേ. കർത്താവ് സ്തോത്രം. വിവിധമായ രോഗത്താൽ ഭാരപ്പെടുന്ന, കഷ്ടത അനുഭവിക്കുന്ന, പ്രതിസന്ധി അനുഭവിക്കുന്നവർക്കെല്ലാം ഇത് പകൽ ദൈവത്തിന് ആത്മാവ് സൗഖ്യം കൊടുക്കണമേ പ്രാർത്ഥിക്കുകയാണ്. എല്ലാവരും ആയിരക്കണക്കിന് വേദനകണക്കിന് കർത്താവ് ഭൂതമാത്രം വിടുവിക്കപ്പെടും. മനസ്സിലൊരു സൗഖ്യം പ്രാപിക്കാൻ കുഴപ്പമാർ കാഴ്ചകൾ ചികടമാർക്ക് കർത്താവ് കേൾക്കും. മുടന്തന്നെ തളർവാദ രോഗികൾ കർത്താവ് സൗഖ്യം പ്രാപിപ്പാൻ എല്ലാവരെയും പ്രാർത്ഥന രക്ഷാവുകാരും പക്ഷപാതക്കാരും ചന്ദ്രൻ രോഗികളടക്കം സൗഖ്യം പ്രാപിപ്പാൻ മനുഷ്യൻ ശരീരത്തിൽ അനുഭവിക്കുന്ന വിവിധ തരങ്ങളിലുള്ള രോഗങ്ങൾ ഇന്ന് പകലെ ശരീരം വിട്ട് പുറത്തു പോകാൻ പ്രാർത്ഥിക്കുന്ന സ്തോത്രം. എല്ലാവരും കർത്താവ് ജീവിതത്തെ ഒരിക്കലും കർത്താവ് മുമ്പോട്ട് നയിക്കാൻ കഴിയാതെ വണ്ണം അല്ലെങ്കിൽ ശരീരത്തെ തളർത്തിക്കളയുന്ന, ക്ഷീണിപ്പിക്കുന്ന എല്ലാ രോഗബന്ധനങ്ങളും ഇന്ന് പോലെ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവ് ഞമ്മെ കർത്താവ് സ്തോത്രങ്ങളുടെ കുഞ്ഞുങ്ങൾ കർത്താവ് സംസാരശേഷി ഇല്ലാതെ ഭാരപ്പെടുന്നവരുണ്ട്. ഹല്ലേലൂയ. കർത്താവ് സംസാരശേഷി നഷ്ടപ്പെട്ട കർത്താവ് സ്തോത്രം. ഹല്ലേലൂയ. ഓട്ടിസം രോഗത്താൽ ഭാരപ്പെട്ട് സംസാരശേഷി നഷ്ടപ്പെട്ടവരുടെ കുഞ്ഞുങ്ങളുടെ കർത്താവ് സൗഖ്യം കൊടുക്കേണ്ട നാവിൻ്റെ കെട്ട് കഴിഞ്ഞവർ സംസാരിപ്പാൻ, ദൈവത്തെ ആരാധിപ്പാൻ, ദൈവത്തെ മഹത്വപ്പെടാൻ, ദൈവത്തെ സ്തുതിക്കുവാൻ, അവരുടെ ദൈവകൃപ വ്യാപരിക്കുവാൻ യേശുവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. വിവിധമായി മാനസികമായി തകർന്നിരിക്കുന്നവരെല്ലാം ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. നിരാശരായിരിക്കുന്നത് ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്. കർത്താവിൻ്റെ സൗഖ്യം കൊടുക്കണമേ. വിവിധമായ ഭാരങ്ങളും പ്രയാസങ്ങളും നടുവിൽ
മരണത്തെ മാത്രം മുന്നിൽ കൊണ്ട് ആത്മഹത്യയ്ക്ക് വേണ്ടി ഒരുങ്ങിയിരിക്കുന്ന ജീവിതങ്ങൾ മേൽ ഇന്ന് പകൽ ദൈവ സമാധാനം വയ്ക്കുന്നതായി പ്രാർത്ഥിക്കാനുള്ള വിഷയങ്ങൾക്ക് ഒരു മറുപടി നൽകുവാൻ അവരനുഭവിക്കുന്ന സകല പ്രതികൂലത്തിൻ്റെ ദൈവം വിടിവിക്കണമേ. ഇന്ന് പകൽ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ഹല്ലേലൂയ വിവിധമായ ഘടങ്ങളാൽ ഭാരപ്പെടുന്നവർക്ക് ജപ്തി നേരിടുന്നവരുണ്ട്. ഹല്ലേലൂയ അതൊക്കെ വിടിവിക്കണമേ. വിവിധമായ ലോഡുകൾ എടുത്തിട്ട് തിരിച്ചടയ്ക്കുകയും കൊറോണ മുഖാന്തരം കഴിയാതെ ഭാരപ്പെടുന്ന അനവധി ആളുകൾക്കെല്ലാം ദൈവം വിടുതൽ കൊടുക്കണമായി പ്രാർത്ഥി. വിദേശത്ത് കടന്നുപോകാൻ പലപ്പോഴും ആഗ്രഹിച്ചിട്ട് കടന്നുപോകാൻ കഴിയാതെ തടസ്സങ്ങൾ നേരിടുന്ന ചില ജീവിതങ്ങൾ തടസ്സങ്ങൾ മാറി എത്രയും പെട്ടെന്ന് നമ്മൾ വിദേശത്ത് കടന്നു പോകാനുള്ള വിസ ലഭിക്കുവാൻ ഇതെല്ലാം നടക്കുന്നതായി പ്രാർത്ഥിക്കുന്നത്. പലപ്പോഴും വിദേശത്ത് കടന്നു പോകാൻ ആഗ്രഹിച്ചിട്ടും ഈ കൊറോണ ടെസ്റ്റ് കഴിയുമ്പോൾ കർത്താവ് ചെയ്യുമ്പോൾ അത് തടസ്സമായി മാറുന്ന ചില ജീവിതങ്ങളെല്ലാം ഇന്നുപോലെ ദൈവം വെടിവെച്ച് കർത്താവ് അവരുടെ ഭാവിക്ക് തടസ്സമായി നിൽക്കുന്ന സകല വെല്ലുവിളികളും ഇന്നുപോലെ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോയി ഞങ്ങൾ കൽപ്പിക്കുകയാണ്. ഇതുപോലെ കർത്താവ് ഞങ്ങൾ ദൈവത്തിൻ്റെ ഏൽപ്പിക്കുന്ന കർത്താവ് മടുത്തു പോകാതെ എപ്പോഴും പ്രാർത്ഥിക്കുവാൻ ഞങ്ങളോട് ദൈവത്തിൻ്റെ ആത്മാവ് സംസാരിക്കുമ്പോൾ ഇന്നുപോലെ കർത്താവ് വലുത് ചെറുതുമായ അനവധി കഷ്ടതകളും കഷ്ടപ്പാടുകളും കടന്നു വരുമ്പോൾ അതിന് നടി ക്ഷീണിച്ചു പോകാതെ എപ്പോഴും സന്തോഷിക്കുവാൻ ഇടപെടാതെ പ്രാർത്ഥിക്കുവാൻ എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവാനുള്ള ദൈവകൃപ ദൈവമക്കളിൽ പകരുവട്ടെയാകണം. സകല മഹത്വം എടുക്കണം യേശു ക്രിസ്തുവിന്റെ വലിയ നാമത്തിൽ തന്നെ. ആമേൻ 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 ആമേൻ. പ്രൈസ് ദി ലോർഡ്.